ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പാർട്ട് എ ആണ് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൽ നമ്മൾ പാർട്ട് ബിയും പാർട്ട് സിയും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആൻസർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് തന്നെ അപ്പോൾ ജസ്റ്റ് ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നും ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾ കവർ ചെയ്യേണ്ടത് അതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പാർട്ട് ബി. ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആർ റിപ്പീറ്റഡ് അക്രോസ് മൾട്ടിപ്പിൾ സെറ്റ്. അപ്പോൾ നമ്മൾ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോൺട്രാക്റ്റ് ആൻഡ് എഗ്രിമെൻറ്റ്. കോൺട്രാക്റ്റും എഗ്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് നേരിട്ട് ചോദിച്ചത്, ഡയറക്റ്റായിട്ട് ചോദിച്ചതും, അതുപോലെ തന്നെ കോൺട്രാക്റ്റിൻ്റെ ടൈപ്പും എഗ്രിമെൻറ്റ് ടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ സെറ്റ് 2, അതായത് 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 20, 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 19. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ദെൻ നെക്സ്റ്റ് മിയർ അക്സെപ്റ്റൻസ് ഈസ് ഇൻ നോട്ട് ഫ്രോഡ് എന്നുള്ളതാണ് സെറ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 19 വരുന്നത്. അപ്പോൾ സിമിലർ കൺസെപ്റ്റ് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് 2 2022 ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ബെയിൽമെൻറ്റ് എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബെയിൽമെൻറ്റ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ് അല്ലെങ്കിൽ റിലേറ്റഡ് കൺസെപ്റ്റ് എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ബെയിൽമെൻറ്റ് വേഴ്സസ് പ്ലഡ്ജ്, സെറ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 21. ദെൻ റൈറ്റ്സ് ഓർ ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ, സെറ്റ് 3 ക്വസ്റ്റ്യൻ നമ്പർ 18. അത് എസ് ആയിട്ടും ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, റൈറ്റ്സ് ഓർ ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ. ദെൻ കൈൻഡ്സ് ഓഫ് ബെയിൽമെൻറ്റ് സെറ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 23. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പാർട്ട് ബിയിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അതായത് ഇവിടെ നമ്മൾ കൺസെപ്റ്റ്സ് ലൈക്ക് കോൺട്രാക്റ്റ് നന്നായിട്ട് പഠിക്കണം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ബെയിൽമെൻറ്റ് ആൻഡ് ലീഗൽ പ്രിൻസിപ്പിൾസ്, അതേപോലെ തന്നെ എഗ്രിമെൻറ്റ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, എസെൻഷ്യൽ, എല്ലാത്തിൻ്റെയും എസെൻഷ്യൽ എലമെൻറ്റ്സ് പഠിച്ചു വെക്കുന്നത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പാർട്ട് സിയിലാണ്. അപ്പോൾ പാർട്ട് സിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അത് ചോദിച്ചു നോക്കി നോക്കൂ, എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 24ഉം, 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 26ഉം, 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 25ഉം ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ ബെയിലർ. അത് സെറ്റ് 1, അതായത് 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 27 ആയിട്ടും, 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 24 ആയിട്ടും, 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 27 ആയിട്ടും, എലോങ് വിത്ത് ബെയിലീസ് റൈറ്റ്. അപ്പോൾ ഇവിടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലറും ബെയിലിയും രണ്ടും ചോദിച്ചിട്ടുണ്ട് 2023. അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റെമഡീസാണ്. അത് 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 25ഉം 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 26ഉം ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 2 വർഷം അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2022 ചോദിച്ചിട്ടില്ല, 2 വർഷം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എസ് എയിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കിയെല്ലാം നമുക്ക് പുതിയതായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോണത്. ദാറ്റ് ഈസ് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, വാട്ട് ആർ ദി റെമഡീസ് അവൈലബിൾ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അപ്പം എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, അതുപോലെ തന്നെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനുള്ള റെമഡീസാണ് ക്വസ്റ്റ്യൻ. ദെൻ ആൻസർ പറയുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഒക്കേഴ്സ് വെൻ വൺ പാർട്ടി ഫെയിൽസ് ടു ഫുൾഫിൽ ദെയർ ഒബ്ലിഗേഷൻസ് ആസ് പെർ ദി ടേംസ് ഓഫ് ദി കോൺട്രാക്ട് വിത്തൗട്ട് എ വാലിഡ് എക്സ്ക്യൂസ്. അപ്പോൾ ഒരു വാലിഡ് എക്സ്ക്യൂസ് ഇല്ലാതെ, അതായത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ലീഗൽ എക്സ്ക്യൂസ്, അതായത് നമുക്കൊരു നിയമപരമായിട്ടുള്ളൊരു എക്സ്ക്യൂസ് ഇല്ലാതെ ഇപ്പോൾ ഒരു പാർട്ടി കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹീസ് ഫെയിൽഡ് ടു ഫുൾഫിൽ ദി ഒബ്ലിഗേഷൻസ്, അപ്പോൾ ആ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാൻ അയാൾ ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ് വരുന്നത്. ഒന്ന് ആക്ച്വൽ ബ്രീച്ചും രണ്ടാമത്തത് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചും. ആക്ച്വൽ ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ പാർട്ടി ഫെയിൽസ് ടു പെർഫോം ദി കോൺട്രാക്ട് ഓൺ ദി ഡ്യൂ ഡേറ്റ്. അപ്പോൾ ഡ്യൂ ഡേറ്റിൽ നമ്മൾ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ ഫെയിലാവുക. ദെൻ രണ്ടാമത്തത് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചാണ് വെൻ എ പാർട്ടി ഡിക്ലെയേഴ്സ് ദെയർ ഇൻറ്റൻഷൻ നോട്ട് ടു ഫുൾഫിൽ ദി കോൺട്രാക്ട് ബിഫോർ ദി പെർഫോമൻസ് ഈസ് ഡ്യൂ. ഓക്കെ, അപ്പോൾ അതാണ് 2 ടൈപ്പ് വരുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ആൻസർ മാത്രം പറഞ്ഞു പോകണം. അപ്പോൾ ഇനി എന്തൊക്കെയാണ് റെമഡീസ് എന്ന് പറയുന്നത്?
റെമഡീസിൽ ഒന്നാമത്തെ റെമഡിയാണ് ഡാമേജസിൽ എന്താണ് പറയുന്നത്? ദാറ്റ് ഈസ് മോണിറ്ററി കോമ്പൻസേഷൻ ടു ദി അഗ്രീവ്ഡ് പാർട്ടി. അപ്പോൾ ഏത് പാർട്ടിക്കാണോ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ആ പാർട്ടിക്ക് നമ്മളൊരു മോണിറ്ററി കോമ്പൻസേഷൻ, ആ ഡാമേജിന് ഒരു മോണിറ്ററി കോമ്പൻസേഷൻ നൽകുക. 2 സ്പെസിഫിക് പെർഫോമൻസ് ആണ്. ദാറ്റ് ഈസ് കോർട്ട് ഓർഡേഴ്സ് ദി ബ്രീച്ചിങ് പാർട്ടി ടു ഫുൾഫിൽ ദെയർ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ. കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാൻ പറയാണ് ഏത് പാർട്ടിയാണോ ആ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തിട്ടുള്ളത് ആ പാർട്ടിനോട്. അപ്പോൾ അത് കോർട്ടാണ് ഓർഡർ ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് ഇഞ്ചക്ഷൻ ആണ്. ഇഞ്ചക്ഷൻ ഓർഡർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം റെസ്ട്രെയിൻസ് എ പാർട്ടി ഫ്രം ഡൂയിങ് സംതിങ് ദാറ്റ് ബ്രീച്ച് ദി കോൺട്രാക്റ്റ്. അപ്പോൾ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യപ്പെടാനുള്ള സാധ്യതയുള്ള എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ അത് തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. Then next rescissions, that is cancellation of the contract. Then next quantum merit, that is payment for the value of service already performed. ഇതൊക്കെ നമ്മൾ റെസിഷനും ക്വാണ്ടം മെറിറ്റും ഒക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇത്രയാണ് 5 റെമഡീസ് ആണ് ഇതിൽ പറയുന്നത്. ദാറ്റ് ഈസ് ഡാമേജസ്, സ്പെസിഫിക് പെർഫോമൻസ്, ഇഞ്ചക്ഷൻ, റെസിഷൻ, ക്വാണ്ടം മെറിറ്റ്. ഓക്കെ. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹു ഈസ് ആൻ ഏജൻറ്റ് ആൻഡ് വാട്ട് ആർ ദി ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ആൻ ഏജൻറ്റ്. ആരാണ് ഒരു ഏജൻറ്റിൻ്റെ ഡ്യൂട്ടീസും റൈറ്റ്സും. അപ്പോൾ ഏജൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒന്നാമത്തെ ഡ്യൂട്ടി ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്ത് റീസണബിൾ സ്കിൽ. ദെൻ സെക്കൻഡ് വൺ ഒബേ ലോഫുൾ ഇൻസ്ട്രക്ഷൻ ഓഫ് ദി പ്രിൻസിപ്പളിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ലോഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഒബേ ചെയ്യുക എന്നുള്ളത്. ദെൻ തേർഡ് റെൻഡർ അക്കൗണ്ട്സ് ആൻഡ് മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി. ദെൻ നെക്സ്റ്റ് പ്രൊട്ടക്റ്റ് ആൻഡ് സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പ്രിൻസിപ്പളിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുക. ദെൻ റൈറ്റ്സ് ഓഫ് ആൻ ഏജൻ്റ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഏജൻറ്റിൻ്റെ റൈറ്റ് ടു റെമ്യൂണറേഷൻ, റൈറ്റ് ടു ഇൻഡെംനിറ്റി ഫോർ ലോഫുൾ ആക്ട്സ്, റൈറ്റ് ഓഫ് ലീൻ ഓവർ ഗുഡ്സ് ഓർ മണി ഓഫ് ദി പ്രിൻസിപ്പൽ, ദെൻ റൈറ്റ് ടു കോമ്പൻസേഷൻ ഫോർ ഇഞ്ചുറി ഡ്യൂ ടു ദി പ്രിൻസിപ്പൽസ് നെഗ്ലക്റ്റ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഏജൻറ്റിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് കോമ്പണൻസ് ഓഫ് ദി കോമ്പറ്റീഷൻ ആക്ട് 2002. കോമ്പറ്റീഷൻ ആക്ട് 2002. അപ്പോൾ ആൻസർ കോമ്പറ്റീഷൻ ആക്ട് 2002ൻ്റെ ഒബ്ജക്റ്റീവ്സ്: 1 പ്രൊമോട്ട് ആൻഡ് സസ്റ്റെയിൻ കോമ്പറ്റീഷൻ ഇൻ മാർക്കറ്റ്സ്, 2 പ്രൊട്ടക്റ്റ് കൺസ്യൂമർ ഇൻട്രസ്റ്റ്, 3 പ്രിവെൻറ്റ് ആൻറ്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസ് ലൈക്ക് കാർട്ടൽസ്, അബ്യൂസ് ഓഫ് ഡോമിനൻറ്റ് പൊസിഷൻസ് എക്സെട്ര. ദെൻ നെക്സ്റ്റ് എൻഷുർ ഫ്രീഡം ഓഫ് ട്രേഡ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് കോമ്പണൻസ് ആണ് പറയുന്നത്. കോമ്പണൻസ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് ഓർ എലമെൻറ്റ്സ് ഓഫ് ദി കോമ്പറ്റീഷൻ ആക്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തത് ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻ്റ് ആണ്. ദെൻ 2 അബ്യൂസ് ഓഫ് ഡോമിനൻസ്. ദെൻ തേർഡ് റെഗുലേഷൻ ഓഫ് കോമ്പിനേഷൻസ്, ദാറ്റ് ഈസ് മെർജേഴ്സ്, അക്വിസിഷൻ എക്സീഡിങ് ത്രെഷോൾഡ്. ദ നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI ഫോർ എൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് mean by a contract of indemnity and what are its features? Discuss the various rights of the indemnity holder and the indemnifier. അപ്പോൾ എന്തൊക്കെയാണ് ആൻസർ വരുന്നത്? ദാറ്റ് ഈസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്താണ്? അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആസ് പെർ സെക്ഷൻ 124 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഇറ്റ് ഈസ് കോൺട്രാക്ട് വേർ വൺ പാർട്ടി പ്രോമിസസ് ടു കോമ്പൻസേറ്റ് ദി അതർ ഫോർ ലോസ് കോസ്ഡ് ബൈ ദി പ്രോമിസർ ഓർ എ തേർഡ് പാർട്ടി. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മീനിങ് അതിൻ്റെ മുന്നേ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസിൽ. ഓക്കെ. ദെൻ ഫീച്ചേഴ്സ് പറയുന്നത് എന്താണ്? അവിടെ 2 പാർട്ടീസ് ഉണ്ടാവും. ആരൊക്കെ? ഇൻഡെംനിഫയറും ഇൻഡെംനിറ്റി ഹോൾഡറും. ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം ലോസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ദെൻ ഗവേൺഡ് ബൈ മ്യൂച്വൽ എഗ്രിമെൻ്റ് ആണ്. ദെൻ കവേഴ്സ് ഓൺലി ലോഫുൾ കോൺട്രാക്ട്. ദെൻ റൈറ്റ് ഓഫ് ഇൻഡെംനിറ്റി ഹോൾഡറിൻ്റെ റൈറ്റ്: 1 റിക്കവർ ഓൾ ഡാമേജസ് പെയ്ഡ് ഇൻ എ സ്യൂട്ട്, 2 റിക്കവേഴ്സ് കോസ്റ്റ് ഓഫ് ഡിഫെൻഡിങ് എ ലോ സ്യൂട്ട്, ദെൻ 3 റിക്കവർ സംസ് പെയ്ഡ് അണ്ടർ ദി ടേംസ് ഓഫ് കോംപ്രമൈസ്. ദെൻ അപ്പോൾ ഈ 3 റൈറ്റാണ് പറയുന്നത്. ഇത് കൂടാതെ വീണ്ടും റൈറ്റ്സ് ഉണ്ട്, നോക്കുക. ദെൻ റൈറ്റ്സ് ഓഫ് എൻ ഇൻഡെംനിഫയർ, ദെൻ റൈറ്റ് ടു റിസീവ് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് റിസ്ക്, റൈറ്റ് ടു റീപേയ്മെൻറ്റ് ഓഫ് ദി ഇൻഡെംനിറ്റി ഹോൾഡർ ബെനിഫിറ്റ്സ് അൺഫെയർലി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി വേരിയസ് കൈൻഡ്സ് ഓഫ് ഡാമേജസ്? എക്സ്പ്ലെയിൻ ദി റൂൾസ് റിഗാർഡിംഗ് ഡാമേജസ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാമേജസ്? ഏതൊക്കെയാണ് കൈൻഡ്സ് ഓഫ് ഡാമേജസ്? ഒന്ന് ജനറൽ ഡാമേജ് അറൈസസ് നാച്ചുറലി ഫ്രം ദി ബ്രീച്ച്. അപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ ജനറൽ ആയിട്ടൊരു ഡാമേജ് വരും. Then second one, special damages, that is result from special circumstances communicated to the other party. Then nominal damages awarded when no actual loss is suffered. Then next, exemplary or punitive damages meant to punish the defaulting party. Then next, liquidated damages predetermined in the contract. Then ഇത്രയാണ് 5 ഡാമേജസ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് റൂൾസ് റിഗാർഡിംഗ് ആയിട്ടുള്ള ഡാമേജസിനെ ബേസ് ചെയ്തിട്ടുള്ള റൂൾസ് ആണ്. 1, ഡാമേജസ് മസ്റ്റ് എറൈസ് ഡയറക്റ്റ്ലി ഫ്രം ദി ബ്രീച്ച്. 2, ദേ ഷുഡ് നോട്ട് ബി റിമോട്ട് ഓർ ഇൻഡയറക്റ്റ്. ദെൻ നെക്സ്റ്റ് 3ാമത്തത്, കോമ്പൻസേഷൻ ഷുഡ് എയിം ടു റീസ്റ്റോർ ദി ഇഞ്ചേർഡ് പാർട്ടി ടു ദെയർ ഒറിജിനൽ പൊസിഷൻ.
ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദറ്റ് ഈസ് വെൻ ഈസ് എ സെല്ലർ ഓഫ് ഗുഡ്സ് ഡീംഡ് ടു ബി ആൻ അൺപെയ്ഡ് സെല്ലർ, വാട്ട് ആർ ഹിസ് റൈറ്റ്സ് എഗെയിൻസ്റ്റ് ദി ഗുഡ്സ് ആൻഡ് ബയർ പേഴ്സണലി. എപ്പോഴാണ് ഒരു സെല്ലർ അൺപെയ്ഡ് സെല്ലറായി മാറുന്നത്? അപ്പോൾ അയാളുടെ റൈറ്റ് എഗെയിൻസ്റ്റ് ദി ഗുഡ്സ് ആൻഡ് ബയർ പേഴ്സണലിയാണ് പറയുന്നത്. അപ്പോൾ അൺപെയ്ഡ് സെല്ലർ എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എ സെല്ലർ ഈസ് ഡീംഡ് അൺപെയ്ഡ് അണ്ടർ ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ഇഫ് ദി full price is not paid or tendered. രണ്ട്, a negotiable instrument, for example check given for payment is dishonored. then rights against the goods, ഒന്ന് റൈറ്റ് ടു ലീൻ, നമ്മളുടെ കയ്യിൽ തന്നെ ആ ഗുഡ് വെക്കാനുള്ള റൈറ്റ്. then right to stop goods in transit. then right to resell goods. then right against the buyer ആണ് ഒന്നാമത്തെ റൈറ്റ് ടു sue for the price. രണ്ട്, right to sue for damages due to non acceptance. The next question ആണ്, what are the essential elements of a valid contract? വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് ഒന്ന് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, അതായത് ക്ലിയർ ആൻഡ് അൺആംബിഗ്യസ് ടേംസ് ആണ്. ടേംസിൽ നമ്മൾ ഓഫറും ആക്സെപ്റ്റൻസും കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കോൺട്രാക്റ്റ് ആവുകയുള്ളൂ. അതാണ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാലാണ് എന്താണ്, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ കോൺട്രാക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, then next, intention to create legal relations, that is parties must intend legal obligations. then next, lawful consideration ആണ് something of value exchanged. then next, capacity of parties, the competent parties, for example not minors, then insane person, മൈനേഴ്സിനോ ഇൻസെയിൻ പേഴ്സണോ ഒന്നും പറ്റില്ല. അതൊക്കെ നമ്മൾ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, ഫ്രീ കൺസെൻറ്റ് ആയിരിക്കണം. ആബ്സെൻസ് ഓഫ് കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീ കൺസെൻറ്റ് ഉണ്ടാവും. ദെൻ നെക്സ്റ്റ്, ലോഫുൾ ഒബ്ജക്റ്റ് ആണ്. പർപ്പസ് മസ്റ്റ് ബി ലീഗൽ. ദെൻ നെക്സ്റ്റ്, സെർട്ടേണിറ്റി, ടേംസ് ഷുഡ് നോട്ട് ബി വേഗ്. ദെൻ നെക്സ്റ്റ്, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് എക്സിക്യൂഷൻ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് എന്ത്, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കാൻ 90% സാധ്യത ഉണ്ട്. 5 മാർക്കിനേലും ചോദിക്കും, എസ് ആയിട്ട് ചോദിച്ചിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് വൺ, കംപ്ലയിൻസ് വിത്ത് ലീഗൽ ഫോർമാലിറ്റീസ് ഇഫ് റിക്വയർഡ്, ഫോർ എക്സാമ്പിൾ റിട്ടേൺ ഫോമിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എസെൻഷ്യൽസ് എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ള ഡിഫറെൻറ്റ് മോഡ്സ് ആണ്. അപ്പോൾ മോഡ്സ് ഓഫ് ഡിസ്ചാർജ്, അതായത് മെത്തേഡ്, രീതികൾ. അപ്പോൾ അതിൽ ഒന്നാമത്തത് പറയുന്നത് ബൈ പെർഫോമൻസ്. അപ്പോൾ പെർഫോമൻസ് രണ്ടുപേരും അവരുടെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യും. എന്താ പറയുന്നത്, കംപ്ലീഷൻ ഓഫ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ. അപ്പോൾ രണ്ട് പാർട്ടീസും അവരുടെ കോൺട്രാക്റ്റ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുകയാണ്, അതിലുള്ള ഒബ്ലിഗേഷൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ചാർജ് ആവും. ദെൻ നെക്സ്റ്റ്, ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. എങ്ങനെ, ഇന്നോവേഷൻ, ഓൾട്രേഷൻ വരുത്തിയിട്ട് റിസിഷൻ ഓർ റിമിഷൻ. ദെൻ നെക്സ്റ്റ്, ബൈ ഇമ്പോസിബിലിറ്റി, അതായത് ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി മേക്സ് പെർഫോമൻസ് അൺലോഫുൾ. ദെൻ നെക്സ്റ്റ്, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, ദാറ്റ് ഈസ് ഡെത്ത്, ഇൻസോൾവൻസി ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമപ്രകാരം നമുക്ക് കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാം. നെക്സ്റ്റ്, ബൈ ബ്രീച്ച് ആണ്. ബൈ ബ്രീച്ച്, ദാറ്റ് ഈസ് ആക്ച്വൽ ഓർ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ബൈ എയ്തർ പാർട്ടി. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അത് ആക്ച്വൽ ബ്രീച്ചോ അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചോ നടക്കുകയാണെന്നുണ്ടെങ്കിലും അത് കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് മോഡ് ഓഫ് ഡിസ്ചാർജ് ആണ് ബൈ ലാപ്സ് ഓഫ് ടൈം. അപ്പോൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ബൈ ലാപ്സ് ഓഫ് ടൈം, ദാറ്റ് ഈസ് നമുക്ക് ആ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി കഴിയുക എന്നുള്ളതാണ്. എക്സ്പയറി ഓഫ് ദി ടൈം പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് പറയുന്നത്, മോഡ്സ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്, എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്, ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ് ബട്ട് നോട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ്. എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെൻ്റ് ആണ്, പക്ഷേ എല്ലാ എഗ്രിമെൻറ്റും എന്തല്ല, കോൺട്രാക്റ്റ് അല്ല. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഗ്രിമെൻറ്റ് എന്താണ് എന്ന് എഴുതുക, അതേപോലെ തന്നെ കോൺട്രാക്റ്റ് എന്താണെന്ന് എഴുതുക. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് ഒരു കോൺട്രാക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിൽ certain criterias, that is a contract, it must meet certain criteria as per section 10 of the Indian Contract Act 1872, which includes ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ അവിടെ ഒരു പാർട്ടി മസ്റ്റ് മേക്ക് എ വാലിഡ് ഓഫർ ആൻഡ് ദി അതർ പാർട്ടി മസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ ഒരു പാർട്ടി ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു ഓഫർ വെക്കണം, ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ഓഫർ വെക്കണം, മറ്റേ പാർട്ടി എന്ത് ചെയ്യണം, അത് ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഓഫറും ഉണ്ടാവണം, ആക്സെപ്റ്റൻസും ഉണ്ടാവണം. രണ്ടാമത്തത് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻസ്. ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാനല്ലേ, അത് ലീഗലി ബൈൻഡിങ് ആയിരിക്കണം ആ ഒരു പ്രോമിസും അതേപോലെ തന്നെ ഓഫറും ആക്സെപ്റ്റൻസും എന്ന് പറയുന്നത്. ദെൻ അവിടെ ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടാവണം. കൺസിഡറേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ആ എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവില്ല. അപ്പോൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനും ഇതുപോലെ തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ക്രൈറ്റീരിയ പറയുന്നത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുന്നേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. മൈനർ ആവാൻ പാടില്ല, ഇൻസൈനർ ആവാൻ പാടില്ല, ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, അതായത് ഏലിയൻ എനിമിയോ ഒന്നും ഒരു ജയിൽ പുള്ളി ഒന്നും ആവാൻ പാടില്ല എന്നുള്ളതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫ്രീ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഒരു ലോഫുൾ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 6 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആകുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ളതാണ്. സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ്. ഇത് BBA ബിസിനസ് റെഗുലേഷൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ്. പക്ഷേ ഇതിലെ മൊഡ്യൂൾ 1 എന്നുള്ള ഈ ചാപ്റ്ററിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളുടെ BComൻ്റെ ബിസിനസ് റെഗുലേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ കോൺട്രാക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ ഡെഫിനിഷനും, അപ്പോൾ എഗ്രിമെൻറ്റ് വേണം, എൻഫോഴ്സിബിലിറ്റി വേണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഓൾറെഡി ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് സെക്ഷൻ 10 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. അപ്പോൾ ഈ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് എസെൻഷ്യൽ എലമെൻറ്റ്സും കൂടെ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് അപ്പോൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് അതിൽ ഒന്നാമത് പറയുന്നത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ്. ദർ മസ്റ്റ് ബി എ ലോഫുൾ ഓഫർ ആൻഡ് ലോഫുൾ ആക്സെപ്റ്റൻസ്. ദെൻ കൺസെസസ് ആഡിഡം ഫോർ എ വാലിഡ് എഗ്രിമെൻറ്റ് ദർ മസ്റ്റ് ബി എ കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ബിറ്റ്വീൻ ദി കോൺട്രാക്റ്റിംഗ് പാർട്ട്. ദെൻ നെക്സ്റ്റ് ഫ്രീ കൺസെൻറ്റ് ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് കപ്പാസിറ്റി ഓഫ് ദി പാർട്ടീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് ലോഫുൾ കൺസിഡറേഷൻ, നെക്സ്റ്റ് ലോഫുൾ ഒബ്ജക്റ്റ്. ദെൻ നെക്സ്റ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. ദി എഗ്രിമെൻറ്റ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ ഡിക്ലെയർഡ് വോയിഡ് ബൈ ലോ ഇൻ ഫോഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അത് ആ എഗ്രിമെൻറ്റ് വോയിഡാണ് എന്ന് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ രണ്ട് കൂട്ടർക്കും വേണം. ദെൻ നെക്സ്റ്റ് സെർട്ടനിറ്റി ഓഫ് മീനിങ്, നെക്സ്റ്റ് ലീഗൽ ഫോർമാലിറ്റീസ്. അപ്പോൾ ഇത്രയാണ് എന്ത് പറയുന്നത് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ദെൻ നെക്സ്റ്റ് അതിൽ വരുന്ന ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചോദിക്കും. എൻഫോഴ്സിബിലിറ്റീൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചോദിക്കും. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി അതിൽ വരുന്ന ഒന്നാമത്തെ കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് ആണ്. എ കോൺട്രാക്ട് വിച്ച് സാറ്റിസ്ഫൈസ് ഓൾ ദി ലീഗൽ റിക്വയർമെൻറ്റ്സ് laid on in section 10 of the act is a valid contract. ഓക്കെ, അപ്പോൾ സെക്ഷൻ 10 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 10 പ്രകാരം നമ്മൾ എല്ലാ ലീഗൽ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആണ്. ദെൻ രണ്ടാമത്തേത് വോയിഡ് എഗ്രിമെൻറ്റ് സബ്സെക്ഷൻ G ഓഫ് സെക്ഷൻ 2 ഡിഫൈൻസ് ഇറ്റ് ആസ് എൻ എഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് സെറ്റ് ടു ബി വോയിഡ്. അപ്പോൾ നിയമപ്രകാരം അത് എൻഫോഴ്സിബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അതിനൊരു നിയമസാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു വോയിഡ് എഗ്രിമെൻ്റ് ആണ്. സച്ച് എഗ്രിമെൻറ്റ് ആർ വോയിഡ് അബ് ഇനീഷ്യോ വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ unenforceable right from the time they are made. Okay, the next void contract. അപ്പോൾ void എഗ്രിമെൻറ്റും void കോൺട്രാക്റ്റും എപ്പോഴും ഡിഫറൻസ് പറയുന്നതാണ്. ഓക്കെ, the next void contract ആണ്. void contract എന്ന് പറഞ്ഞാൽ എന്താണ്? A contract which ceases to be enforceable by law becomes void when it ceases to be enforceable. Next type of contract ആണ് voidable contract. അപ്പോൾ voidable contract according to section 2I an agreement which is enforceable by law at the option of one or more of the parties thereto but not at the option of other or others is a voidable contract. Okay, the next illegal agreement ആണ്. എന്താണ് illegal agreement? An agreement which is either prohibited by law otherwise against the policy of law is an illegal agreement. ഒന്നെങ്കിൽ ലോ പ്രൊഹിബിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ലോക്ക് എതിരായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ഇല്ലീഗൽ എഗ്രിമെൻറ്റ്. സച്ച് ആൻ എഗ്രിമെൻറ്റ് ഈസ് എ നള്ളിറ്റി ആൻഡ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് നള്ളിറ്റി എഗ്രിമെൻറ്റ് എന്ന് ചോദിക്കാറുണ്ട്, വോയിഡ് അബ് ഇനീഷ്യോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇല്ലീഗൽ എഗ്രിമെൻറ്റ് ചോദിക്കും. ദെൻ നെക്സ്റ്റ് അൺഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ആണ്. ഇതിനാണ് നമുക്ക് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഓൺ ദി ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മോഡ് ഓഫ് ക്രിയേഷൻ. നമ്മൾ എങ്ങനെയാണോ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ രീതി അതനുസരിച്ചിട്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തത് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആണ്. ആൻഡ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഈസ് ദാറ്റ് വിച്ച് ഈസ് മെയ്ഡ് ഇൻ റൈറ്റിംഗ് ഓർ ബൈ ദി വേർഡ്സ് ഓഫ് മൗത്ത്. ഒന്നുകിൽ വേർഡ്സ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് തയ്യാറാക്കുന്നതാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ്. രണ്ട് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് വൺ വിച്ച് അറൈസസ് ഔട്ട് ഓഫ് ആക്ട്സ് ഓർ കണ്ടക്ട് ഓഫ് ദി പാർട്ടീസ് ഓർ ഔട്ട് ഓഫ് ദി ഡീലിംഗ് ബിറ്റ്വീൻ ദം. ഇപ്പോൾ രണ്ടാൾക്കാർ തമ്മിലുള്ള ഒരു ഡീലിംഗ് അപ്പോൾ അതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു
കോൺട്രാക്റ്റ് ആണ് ഇംപ്ലൈഡ് എന്ന് പറയുന്നത് ഓക്കെ. ദെൻ നെക്സ്റ്റ് കോസി കോൺട്രാക്റ്റ് ആണ്. അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ് ലോ ഇറ്റ് സെൽഫ് ക്രിയേറ്റ്സ് ലീഗൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് എഗെയിൻസ്റ്റ് ദി പാർട്ടീസ്. ദീസ് ഒബ്ലിഗേഷൻ ആർ നോൺ ആസ് കോസി കോൺട്രാക്റ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓൺ ദി ബേസിസ് ഓഫ് മോഡ് ഓഫ് ക്രിയേഷനിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റ് ഒന്ന് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റും, ദെൻ രണ്ടാമത്തത് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, ദെൻ മൂന്നാമത്തത് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്, ദെൻ ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. അപ്പോൾ ഇത് നമ്മൾ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സിക്യൂട്ട് ചെയ്ത കോൺട്രാക്റ്റ് അല്ലേ? അതായത് വെൻ എ കോൺട്രാക്റ്റ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി പെർഫോംഡ് ഇറ്റ് ഈസ് ടേംഡ് ആസ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്തു എന്നുണ്ടെങ്കിൽ അതാണ് എക്സിക്യൂട്ടഡ്, അത് എക്സിക്യൂട്ട് ചെയ്തു എന്നർത്ഥം. ഓക്കെ. ദെൻ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർ വൺ ഓർ ബോത്ത് ദി പാർട്ടീസ് ടു ദി കോൺട്രാക്റ്റ് ഹാവ് സ്റ്റിൽ ടു പെർഫോം ദെയർ ഒബ്ലിഗേഷൻ ഇൻ ഫ്യൂച്ചർ. ദി കോൺട്രാക്റ്റ് ഇസ് ടേംഡ് ആസ് എക്സിക്യൂട്ടറി. അപ്പോൾ ഇനിയും പെർഫോം ചെയ്യാനുണ്ട് എന്നർത്ഥം. ദെൻ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് വൺ സൈഡഡ് കോൺട്രാക്റ്റ് ആണ് ഇൻ വിച്ച് ഓൺലി വൺ പാർട്ടി ഹാസ് ടു പെർഫോം ഇസ് പ്രോമിസ് ഓർ ഒബ്ലിഗേഷൻ. ഓക്കെ. ദെൻ ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ഈസ് വൺ ഇൻ വിച്ച് ബോത്ത് ദി പാർട്ടീസ് ഹാവ് ടു പെർഫോം ദെയർ റെസ്പെക്റ്റീവ് പ്രോമിസ് ഓർ ഒബ്ലിഗേഷൻ ടു ഡു ഓർ ഫോർബിയർ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോൺട്രാക്ട്സിൽ വരുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്റ്റ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ പറഞ്ഞിട്ടുണ്ട്. വോയിഡ് എഗ്രിമെൻറ്റ് എന്താണ്, വോയിഡബിൾ കോൺട്രാക്റ്റ്. ഓക്കെ. അപ്പോൾ വോയിഡ് എഗ്രിമെൻറ്റ്, ഓൾ വോയിഡ് എഗ്രിമെൻറ്റ്സ് നീഡ് നോട്ട് നെസസറിലി ബി ഇല്ലീഗൽ. വോയിഡബിൾ കോൺട്രാക്റ്റോ ഓൾ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്സ് ആർ ഓൾവേസ് വോയിഡ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഓൺ കൊളാട്രൽ എഗ്രിമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട്, അതിന് കൊളാട്രൽ എഗ്രിമെൻറ്റ്സിൻ്റെ എഫക്റ്റിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഡിഫറൻസ്? ദി കൊളാട്രൽ എഗ്രിമെൻറ്റ്സ് ഡു നോട്ട് ബിക്കം വോയിഡ്. പക്ഷേ വോയിഡബിൾ കോൺട്രാക്റ്റിലാണെന്നുണ്ടെങ്കിൽ കൊളാട്രൽ എഗ്രിമെൻറ്റ്സ് ഓൾസോ ബിക്കം വോയിഡ്. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ്. ദെൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്റ്റ് എപ്പോഴും ചോദിക്കണതാണ്. വോയിഡ് എഗ്രിമെൻറ്റ് വോയിഡബിൾ കോൺട്രാക്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ വേർഡ് ഓഫ് ഇനീഷ്യോ പറയുന്നുണ്ട്. ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ, അത് ഡിഫറൻസ് ചെയ്യാനുള്ള ബേസ് ആണ് ഒന്ന് വേർഡ് ഓഫ് ഇനീഷ്യോ. അപ്പോൾ വേർഡ് ഓഫ് ഇനീഷ്യോയിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് വോയിഡ് ഫ്രം ദി വെരി ബിഗിനിങ് തൊട്ട് തന്നെ ഒരു വേർഡ് എഗ്രിമെൻറ്റ് അതിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കില്ല. വോയിഡബിൾ കോൺട്രാക്റ്റ് ഇറ്റ് ഈസ് വാലിഡ് വെൻ മെയ്ഡ് ആൻഡ് കണ്ടിന്യൂസ് ടു റിമെയിൻ വാലിഡ് ടിൽ ഇറ്റ് ഈസ് റീപുഡിയേറ്റ് ബൈ ദി എഗ്രീവ്ഡ് പാർട്ടി. അപ്പോൾ എഗ്രീവ്ഡ് പാർട്ടി അത് നമ്മൾ ഒഴിവാക്കുന്നത് വരെ അതെന്താണ്, അതിന് ആ വോയിഡ് കോൺട്രാക്റ്റ് വാല്യൂ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. എൻഫോഴ്സിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വോയിഡ് എഗ്രിമെൻറ്റ് കനോട്ട് ബി എൻഫോഴ്സ് ബൈ എനി പാർട്ടി. പക്ഷേ ഇത് എൻഫോഴ്സിബിൾ ആണ് എന്നർത്ഥം. റൈറ്റ് ഓഫ് തേർഡ് പാർട്ടി ഡസ് നോട്ട് അക്വയർ എനി റൈറ്റ്. ഏതിൽ? വോയിഡ് എഗ്രിമെൻറ്റിൽ. കാരണം വോയിഡ് എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിലിറ്റി ഇല്ലാത്തതാണ്. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. ഓക്കെ. ഇവിടെ നമുക്ക് തേർഡ് പാർട്ടിക്ക് എന്തുണ്ട്? റൈറ്റ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് എഫക്റ്റ് ഓഫ് ലാബ്സ് ഓഫ് റീസണബിൾ ടൈം, ദെൻ ഡാമേജിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ്. എന്താണ് ഓഫർ? അതിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വാലിഡ് ഓഫർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയുന്നത്? ഓഫർ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ലീഗൽ റിലേഷൻസ്. ദി ഓഫർ മസ്റ്റ് ബി സർട്ടൻ, ഡെഫിനിറ്റ് ആൻഡ് നോട്ട് വേഗ്. ദി ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി അതർ പാർട്ടി. ദെൻ ദി ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദി കൺസെൻറ്റ് ഓഫ് ദി ഓഫറി. ദെൻ ദി ഓഫർ മസ്റ്റ് ബി distinguished from an answer to a question. Then invitation to an offer is not an offer. Then the offer must be distinguished from mere statement of intention. The next is special condition attached to an offer must also communicated. Then next the offer may be positive or negative. The offer may be express or implied. Okay. Then next examine ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഫർ. അപ്പോൾ എന്തൊക്കെയാണ് കൈൻഡ്സ് ഓഫ് ഓഫർ? എക്സ്പ്രസ് ഓഫർ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? എക്സ്പ്രസ് ഓഫർ ഈസ് വൺ വിച്ച് ഈസ് മെയ്ഡ് ബൈ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ്പ്രസ് എന്താണ്, ഇംപ്ലൈഡ് എന്താ. ഇംപ്ലൈഡ് ഓഫർ. അതുപോലെ തന്നെ സ്പെസിഫിക് ഓഫർ ക്യാൻ ബി അക്സെപ്റ്റഡ് ഓൺലി ബൈ ദാറ്റ് ഡെഫിനിറ്റ് പേഴ്സൺ ഓർ ദാറ്റ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ടു ഹൂം ഇറ്റ് ഹാസ് മെയ്ഡ്. ആർക്കാണോ നമ്മളൊരു ഓഫർ കൊടുക്കുന്നത് ആ ആൾ മാത്രമാണ് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നാണ്. ദെൻ ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവായിട്ട് കൊടുക്കുന്നതാണ്. ജനറൽ ഓഫർ ഈസ് വൺ വിച്ച് ഈസ് മെയ്ഡ് ടു ദി വേൾഡ് അറ്റ് എ ലാർജ് ഓർ പബ്ലിക് ഇൻ ജനറൽ. ദെൻ സ്റ്റാൻഡിങ് ഓർ ഓപ്പണിംഗ് ഓർ കണ്ടിന്യൂയിങ് ഓഫർ. ദെൻ കൗണ്ടർ ഓഫർ. ദെൻ ക്രോസ് ഓഫർ. ഓക്കെ. ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഫർ എന്ന് പറയുന്നത്. ദെൻ ലാപ്സസ് ഓഫ് ഓഫർ, അതായത് വെൻ ഡസ് ആൻ ഓഫർ കംസ് ടു ആൻ എൻഡ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഒരു ഓഫർ എൻഡ് ചെയ്യുക? ബൈ കമ്മ്യൂണിക്കേറ്റിംഗ് ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ബൈ ദി പ്രൊപ്പോസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അത് റിവോക്കേറ്റ് ചെയ്യാണ്, ഓഫർ
നമ്മൾ റദ്ദാക്കുകയാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ദെൻ ബൈ ലാപ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ടൈം അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പയറി ടൈം കഴിയുമ്പോൾ. ദെൻ ബൈ നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് എ കണ്ടീഷൻ ബൈ ആക്സെപ്റ്റർ ഏതെങ്കിലും കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ. ദെൻ ബൈ ദി ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദി ഓഫററിൻ്റെ ഡെത്തോ അല്ലെങ്കിൽ ഇൻസാനിറ്റിയോ കാരണം. ദെൻ നെക്സ്റ്റ് ബൈ കൗണ്ടർ ഓഫർ. നെക്സ്റ്റ് ബൈ സബ്സിക്വൻറ്റ് ഇല്ലീഗാലിറ്റി ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ദെൻ നെക്സ്റ്റ് ബൈ റിജക്ഷൻ. ദെൻ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യനാണ് എസെൻഷ്യൽ ഓഫ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസ്. ദെൻ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദി പ്രോമിസ് ഓർ എനി അതർ പേഴ്സൺ. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂസറി. ദെൻ കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ ആയിരിക്കണം, മസ്റ്റ് നോട്ട് ബി ലീഗൽ, ഇമ്മോറൽ ഓർ ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. ഓക്കെ, അതേപോലെ തന്നെ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ അല്ലെങ്കിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് റൂൾ ഓഫ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സെപ്ഷൻ മാത്രം എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എക്സെപ്ഷൻസ് വരുന്നത്? ഒന്ന്, എഗ്രിമെൻറ്റ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഓക്കെ, ദെൻ രണ്ടാമത്തെ എക്സെപ്ഷൻ വരുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ എക്സെപ്ഷൻ പറയുന്നത് എന്താണ്? ഇപ്പോൾ നാച്ചുറൽ ലവ് അല്ലെങ്കിൽ അഫെക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിൽ വരുന്നതല്ല. ദെൻ എക്സെപ്റ്റഡ് ആണ്. ദെൻ പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസ്, അങ്ങനെ പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് കംപ്ലീറ്റഡ് ഗിഫ്റ്റ് പറഞ്ഞാൽ ദി ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ് ബൈ എ ഡോണർ ആൻഡ് ആക്സെപ്റ്റഡ് ബൈ ദി ഡൺ ആർ വാലിഡ് ഈവൻ വിത്തൗട്ട് കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷൻ ഇല്ലെങ്കിലും ഇപ്പോൾ നമ്മളൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാലിഡാണ്. ദെൻ നെക്സ്റ്റ് കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി. നെക്സ്റ്റ് റെമിഷൻ. ഇതാണ് നമുക്കിതിൽ എക്സംഷൻ വരുന്നത്. ദാറ്റ് ഈസ് എക്സംഷൻ ടു ദി ജനറൽ റൂൾ ഓഫ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. 5 എക്സംഷനാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കൈൻഡ്സ് ഓഫ് മിസ്റ്റേക്ക് പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻറ്റൻഷൻ അല്ലാതെ, അതായത് നമ്മൾ മനഃപൂർവ്വമല്ലാതെ ചെയ്യുന്ന തെറ്റുകളാണ്, അല്ലെങ്കിൽ നമുക്ക് മനഃപൂർവ്വം അല്ലാതെ വരുന്ന മിസ്റ്റേക്കുകൾ. ദാറ്റ് ഈസ് ദി മിസ്റ്റേക്സ് വിച്ച് ആർ നോട്ട് ഇൻറ്റൻഷനലി ക്രിയേറ്റഡ്. അത്തരം മിസ്റ്റേക്കുകളാണ് നമ്മൾ, അല്ലെങ്കിൽ ദി എറേഴ്സ് വിച്ച് ആർ നോട്ട് ഇൻറ്റൻഷനലി ക്രിയേറ്റഡ് സച്ച് എറേഴ്സ് ഈസ് നോൺ ആസ് മിസ്റ്റേക്ക്. അങ്ങനെയാണ് നമ്മൾ മിസ്റ്റേക്ക്. ഇൻറ്റൻഷനലി ക്രിയേറ്റ് ചെയ്യുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ എററാണ് എന്തെന്ന് പറയുന്നത്? ഫ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൈൻഡ്സ് ഓഫ് മിസ്റ്റേക്ക് ഓഫ് ലോയിൽ പറയുന്നത് മിസ്റ്റേക്ക് ഓഫ് ലോ ഓഫ് ദി കൺട്രി, മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. ദെൻ രണ്ടാമത്തേത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്സ് ആണ്. ബൈലാട്രൽ മിസ്റ്റേക്കും യൂണിലാട്രൽ മിസ്റ്റേക്കും. ദെൻ ടൈപ്സ് ഓഫ് ബൈലാട്രൽ മിസ്റ്റേക്ക് ഏതൊക്കെയാണ്? മിസ്റ്റേക്ക് ആസ് ടു സബ്ജക്റ്റ് മാറ്റർ, അതേപോലെ തന്നെ മിസ്റ്റേക്ക് ആസ് ടു ദി പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. യൂണിലാട്രൽ മിസ്റ്റേക്കിൽ ടൈപ്സ് ഓഫ് യൂണിലാട്രൽ മിസ്റ്റേക്ക് പറയുന്നുണ്ട്. മിസ്റ്റേക്ക് അബൌട്ട് ദി ഐഡൻറ്റിറ്റി ഓഫ് ദി പാർട്ടീസ് ടു ആൻ എഗ്രിമെൻറ്റ്, മിസ്റ്റേക്ക് അബൌട്ട് ദി നേച്ചർ ഓഫ് ദി എഗ്രിമെൻറ്റ്. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമുക്ക് ഒരുപാട് ടൈം വീഡിയോ പോവും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രം കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് റൈറ്റ്സ് ഓഫ് ബെയിലറും ബെയിലിയും, അതുപോലെ ബെയിൽമെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ്, കൈൻഡ്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.